ഹലോ. അതെ, എപ്പിസോഡ് 1 കഴിഞ്ഞ് ഇനി 2യിലേക്കാണ് കേട്ടോ. അപ്പോൾ 1 കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കാണാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളൊരു സമയമാണ്. ഈ 20 വയസ്സും 30 വയസ്സെന്ന് പറയണത് ഇച്ചിരി കുഴപ്പം പിടിച്ച കാലഘട്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെയും നമുക്ക് തോന്നും എന്താണ്, നമ്മൾക്ക് പഠിപ്പാണ് ഏറ്റവും പ്രശ്നം, അല്ലെങ്കിൽ നമ്മളുടെ പാരൻസാണ്. അതായത് നമ്മളുടെ ജീവിതത്തിന് എന്തൊക്കെയോ വഴി തടസ്സമായി നിൽക്കുന്നത് പാരൻസും കുറേ ബന്ധുക്കളും റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ശല്യമായിട്ട് ടീച്ചേഴ്സ് പലരെയും ശല്യമായിട്ട് തോന്നുന്ന ഒരു പ്രായമായിരുന്നു കഴിഞ്ഞു പോയത്. അതായത് നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കാൻ സഹായിക്കാതെ അതിനെ വെട്ടിമാറ്റാൻ നോക്കുന്ന കുറച്ച് ആളുകളൊക്കെ നമ്മളുടെ ചുറ്റുണ്ടെന്നൊക്കെ തോന്നുന്നൊരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഏത് 20 വയസ്സിന് താഴെ. പക്ഷെ 20 വയസ്സിന് ശേഷം നിങ്ങൾ കുറച്ചുകൂടി ഫ്രീ ആയി. എല്ലാവരും ചുറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുണ്ട്. അന്ന് ആരും ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. സത്യത്തിൽ നമുക്ക് എല്ലാവരും പറയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയും. ഏത് ആ പ്രായത്ത് 10നും 20നും ഇടയിലുള്ള പ്രായത്തൊക്കെ ചുറ്റും പലരും നമ്മളെ ശ്രദ്ധിക്കാനുണ്ടായിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 20നും 30നും വയസ്സിന് നമ്മളെ ശ്രദ്ധിക്കാൻ സത്യത്തിൽ ആരും ഇല്ലാത്ത പോലെ, നമ്മൾ ഒറ്റയ്ക്കായ പോലത്തെ ഒരു ഫീല് വരും. പഠിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലണത് ഒരു ജോലിക്ക്. പിന്നെ അതുമല്ല, നമ്മളുടെ ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് നമ്മൾ ചെല്ലണത് എവിടേക്കാണ്? ഒരു മാരേജ് ലൈഫിലേക്ക്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് നമ്മളൊരു ഏകദേശം ഒരു കുപ്പി എടുത്തിട്ട് അതിലൊരു കുഞ്ഞ് ബോൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, അരിയാസുണ്ടേ, എന്താ ഗോട്ടിക്കായ എന്തോ പറയില്ലേ, ഇങ്ങനെ ഒരു പളങ്ക്, അതിട്ടിട്ട് ഒരു ചെറിയ ബോൾ ഇട്ടിട്ടോ ആ കുപ്പിയിലിട്ടിട്ട് ഇങ്ങനെ കുലുക്കില്ലേ, അതാണ് ഈ 20നും 30നും ഇടയ്ക്കുള്ള പ്രായം. ആ കുലുങ്ങി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഫുള്ള് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ വണ്ടർലയിൽ ഒരു റൈഡ് ഉണ്ട്, ഇങ്ങനെ തല കുത്തി നിർത്തണത്, ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കറക്കിയിട്ട് നമ്മൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇങ്ങനെ ഒന്ന് കിറുങ്ങും. അതേപോലത്തെ ഒരു പ്രായമാണ് നമ്മളുടെ 20നും 30നും ഇടയിൽ. അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചെയ്തു പോയതൊന്നുമല്ല. ഈ 10 വയസ്സിനും അല്ലെങ്കിൽ 10 വയസ്സ് തുടങ്ങി 20 വയസ്സ് വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമേ അല്ല. അന്ന് നമുക്ക് തോന്നും ഏറ്റവും വലിയ ഭാരം എന്താ തോന്നും? പഠിപ്പാണ് ഏറ്റവും വലിയ ഭാരം തോന്നും. ഏറ്റവും വലിയ തടസ്സം ആരായിട്ട് തോന്നും? നമ്മളുടെ പേരൻസായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ട് തോന്നും, ട്യൂഷൻ ടീച്ചറായിട്ട് തോന്നും. അങ്ങനെയൊക്കെ പലവരെയും നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇതൊന്നുമല്ലാത്ത ഒരു ലൈഫാണ് ഈ 20നും. ഇവരാരും നമ്മളുടെ ലൈഫിലേക്ക് ഒന്നിനും വരാൻ പോകാത്ത ഒരു പ്രായമാണ് 20നും 30നും ഇടയിൽ. അവിടെ നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പലതരം ഓരോ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം തോൽക്കുന്നത് ഒരു തുല്യമായിരിക്കും. അപ്പം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും 20നും 30നും ഇടയിൽ പ്രായമുള്ളവരോ അല്ലെങ്കിൽ അത് കഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രായത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞെന്ന് വിചാരിക്കും, ഒരു ജോലിക്ക് കയറി. ചില കുട്ടികൾ എന്ത് ചെയ്യും, എൻ്റെ ഒരു ഇത് പറയാം കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് പലർക്കും യോജിക്കണമെന്നില്ല. നേരെ പഠിച്ചിറങ്ങി ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ വിചാരിക്കും എൻ്റെ വെറുതെ ആ സമയം നഷ്ടപ്പെടുത്തി, എൻ്റെ ഒരു 5 വർഷം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ 3 വർഷം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ 10 വർഷം നഷ്ടപ്പെടുത്തി എന്നൊക്കെ തോന്നുമായിരിക്കാം ബിസിനസ് ചെയ്യാത്തവർ. പക്ഷേ ഒരു ആളുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീഴിലോ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളുടെ ആ കാലഘട്ടം നഷ്ടപ്പെടുത്തുന്നതല്ല. നമ്മളൊരു ബില്യനെയറോ ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിലൂടെ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. ഒരു സാലറി വാങ്ങിക്കൊണ്ട് ഒരാൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനോ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്താനോ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ കണ്ടുവരുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയും കിട്ടാത്ത ആളുകൾ ചെയ്യുന്ന ചില എന്തായിക്കോട്ടെ ഒരബദ്ധത്തിൽ ചെന്ന് ചാടും. ഒരു പക്ഷേ കുറച്ച് പൈസ അവർക്ക് വല്ല ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ കടമായിട്ടോ വാങ്ങിച്ചിട്ട്
വല്ല ബൊട്ടീക്ക് തുടങ്ങും, ഈ ഷർട്ടിൻ്റെ കട തുടങ്ങും, റെൻ്റ് കാർ തുടങ്ങും, ചെറിയ ഹോട്ടലുകൾ. ഇത് തുടങ്ങുമ്പോൾ ഒന്നും നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽ അവർ എന്താ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തേക്കണൊക്കെ എന്തൊരു ഭംഗിയാണ്. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പൂട്ടിപ്പോണ കണ്ടിട്ടില്ല, ഇഷ്ടം പോലെ പൂട്ടിപ്പോണ കാണുന്നുണ്ട്. പക്ഷേ സക്സസ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സക്സസ് ആയിട്ടുള്ളതുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മളൊരു പരാജയം എന്ന് പറയുന്നതിന് എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ഈ പരാജയത്തിൻ്റെ വക്കിലേക്ക് എത്തുന്നത്. അപ്പം എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, ഒരു പരിധി വരെ പറയുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ തുടങ്ങി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കാരണം നമ്മളൊരു ഡിസൈനറെ കണ്ട് നല്ലൊരു ഷോപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് അതിങ്ങനെ എന്താ പറയുക, അതിന് നല്ല ഭംഗിയുള്ളതൊക്കെ ആക്കി തുടങ്ങിക്കഴിഞ്ഞ്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തു പോകാനും അതിൻ്റെ ഓരോ തലത്തിലും ഓരോ കുറവുകളും നികത്തണം എന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു നല്ല നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഭംഗി കണ്ടിട്ടോ അവിടുത്തെ തിരക്ക് കണ്ടിട്ടോ എനിക്കിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും തുടങ്ങിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ 20-നും 30-നും ഇടയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് ആഴത്തിലൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂട്ടിക്കിഴിച്ചും ബുക്കിലെഴുതിയും ഡയറിയിലെഴുതിയും നമ്മൾ ദീർഘനാളത്തെ ഒരു പരീക്ഷണത്തിനൊടുവിൽ നിങ്ങളൊരു ബിസിനസ്സിന് ഇറങ്ങിയാൽ മതി. നേരെ മറിച്ചൊരു ജോലിക്ക് നിങ്ങൾ കയറി കഴിഞ്ഞെന്ന് വിചാരിക്കും, ഒരു കമ്പനിയുടെ കീഴിൽ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടൈം ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം, നമ്മളിഷ്ടത്തിന് പോകാനും വരാനൊന്നും സാധിക്കില്ലായിരിക്കാം. പക്ഷേ നമ്മൾ അതൊക്കെ നമ്മളെന്താണ്, നമുക്ക് ജീവിതത്തിൻ്റെ ഒരേ പാഠങ്ങളാണ്. നമ്മളതൊക്കെ ജീവിതത്തിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സ്ഥലത്ത് കറക്റ്റ് ചെല്ലാനും അവിടുന്ന് എത്ര ടൈമിനുള്ളത് ചെയ്ത് തീർക്കാനും ഒരു പേടി ചൂട് എന്നൊക്കെ പറയും, നമ്മളെ ചുറ്റുള്ളവരെ പേടിക്കണം ചൂട് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരിക്കലും നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യണതിന് തുല്യമല്ല. അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, പല പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യല്ല. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണതിന് തുല്യമാണ് എന്ത്, ഒരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം ആ കാര്യം മനസ്സിലായി. ജോലിക്ക് കയറുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നേരിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതെ ആരെങ്കിലും കീഴിലൊക്കെ കുറച്ച് നാൾ നിന്ന് ഒരു 3 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയണ്ട, അതിൽ നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡായി. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടും. പിന്നെ അതിൽ ഏത് തലത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉയർത്താൻ പറ്റും, അങ്ങനെ പല അറിവുകളും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു 3 വർഷം നമ്മളുടെ സമയം ചിലവാക്കിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ പേഷ്യൻസ്, ഈ ക്ഷമയൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിൽ നിന്നാൽ മാത്രമാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള കസ്റ്റമറുമായിട്ട് നമുക്ക് ഇടപഴകേണ്ടി വരും. അവരെ കയ്യിൽ നിന്നൊക്കെ ചീത്ത കേൾക്കേണ്ട സാഹചര്യം ഉണ്ട്. അപ്പോൾ ഒന്നും തകരാതിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് നമ്മളുടെ കമ്പനിയിൽ നിന്നുള്ള സഹപ്രവർത്തകരെ നിന്നോ അതല്ലെങ്കിൽ ബോസിൻ്റെ എന്നൊക്കെ കേൾക്കണ ചീത്തയൊക്കെ ഒരു പക്ഷേ നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു തളരാതിരിക്കാനുള്ളൊരു ആത്മബലം കിട്ടാനായിട്ട് മുമ്പ് കേട്ടിട്ടുള്ള ആ ഇറിറ്റേഷനൊക്കെ നമുക്ക് ഇതൊക്കെ നിസ്സാരം, ഞാനൊരു തീയിൽ കുരുത്തതാണെന്നുള്ള ഒരു തോന്നലുണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലും, ചില കാര്യങ്ങൾ കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് ഇടയിലായ അടുപ്പത്തിൻ്റെ പേരിൽ വെറുതെ ചൊറിഞ്ഞ് ചെല്ലുമ്പോൾ പറയും, ഇതിലൊന്നും ഞാൻ വീടില്ല, ഞാൻ തീയിൽ കുരുത്തതാണെന്ന് പറയും. ആക്ച്വലി ആൾ തീയിൽ കുരുത്ത തന്നെയാണ്, ആ കുട്ടി തീയിൽ കുരുത്ത തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ലെവലിലെത്തി. അപ്പോൾ നമ്മൾ ഈ ചെറിയ അപ്പോൾ നിങ്ങൾ പല എക്സ്പീരിയൻസിലും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ നമ്മളുടെ തീപ്പന്തോ അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെ കാണിച്ചിങ്ങനെ നിങ്ങൾ തീനാളൊക്കെ കാണിച്ച് പേടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കില്ല. കാരണം അതിലും വലുത് ഇതൊക്കെ ഞാൻ എത്ര കണ്ടു, ഇതൊക്കെ എനിക്ക് നിസ്സാരമായിട്ട് പോകാമെന്നുള്ള ഒരു ആത്മബലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ എത്ര വലിയ വീട്ടിൽ ജനിച്ചിട്ട് ഒരു ചെറിയ ആളുടെ കീഴിൽ, ഇപ്പോൾ ഒരു കമ്പനി ചിലപ്പോൾ അവരുടെ കുടുംബമായി വയ്ക്കാൻ അനുസരിക്കാത്ത അതിലും ചെറുതായിരിക്കാം, പക്ഷെ ഒന്നും വിഷയമാക്കണ്ട. ചെറിയ കമ്പനിയോ വലിയ കമ്പനിയോ ഒന്നും വിചാരിക്കേണ്ട. ഒരാളുടെ കീഴിൽ ജോലി ചെയ്ത് ആ ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാനും പേടിക്കേണ്ട.
ഓക്കെ, ബിസിനസ് എന്തായാലും ചെയ്യണം, എല്ലാവരും ബിസിനസ് ചെയ്യണം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ നമുക്കൊരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു മില്യൺ എല്ലാവർക്കും ആവശ്യമുണ്ട്. പൈസ ഒക്കെ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഈ മില്യനെയർ ബില്യനെയർ എന്നൊക്കെ പറയണത് എല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തള്ളിമറിക്കണേ. അങ്ങനെയൊന്നുമില്ല, ഇതൊന്നും തള്ളിമറിയല്ല. ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ് അതൊക്കെ. അത് സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് എങ്ങനെയാണ് ഈ ഒഴുകി വരുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പൈസ നമ്മളതിൽ വരും. അതുണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പൈസ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 20-നും 30-നും ഇടയിലുള്ള പ്രായം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പൈസ ഒക്കെ കിട്ടും, എന്ത് ബിസിനസ്സൊക്കെ ചെയ്യുമ്പോഴും അതല്ലാന്നുണ്ടെങ്കിൽ ജോലിക്ക് നിൽക്കുമ്പോൾ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നൊരു സംഭവം ഉണ്ടായിരിക്കും, ഇത്രയും നാൾ വീട്ടിൽ നിന്ന് 50 രൂപ 500 രൂപ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വർത്താനെങ്കിൽ ഇനിയൊന്ന് എൻ്റെ ലൈഫ് ഒന്ന് അടിച്ച് പൊളിക്കണം എന്നൊക്കെ വിചാരിക്കണ ചില കുട്ടികളോ 20-30 കുട്ടികൾ തന്നെ പറയാം, കുട്ടികളോ ആളുകളോ ഉണ്ടായിരിക്കാം ഈ 20-നും 30-നും ഇടയിൽ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് പൈസ കിട്ടുന്നതും, അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്, ജോലി ഇല്ലെങ്കിൽ പോലും അവരുടെ ഭർത്താവിൽ നിന്ന് പൈസ കിട്ടി ഈ പൈസ കുറച്ച് നാളെത്തിയിട്ട് ആദ്യമായിട്ട് കാണുന്നൊരു പ്രവണത, ഇത്രയും കൂടുതൽ പൈസ കാണുന്നൊരു പ്രവണത അവരിലുണ്ടായിരിക്കാം, എന്ത് ചിലവാക്കാനുള്ള പ്രവണത. പക്ഷെ അത് നിങ്ങൾ ആ 20-നും 30-ൻ്റെ ഇടയിൽ ഈ പൈസ കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഇതിൽ പിടിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ 40-കളും 50-കളും 60-കളൊക്കെ ഇച്ചിരി ഞെരുങ്ങും. നമുക്ക് ഞെരുങ്ങി ജീവിക്കണോ പിന്നീടുള്ള ജീവിതം? ഈ 20-നിടയ്ക്കുള്ള ഈ പ്രായത്തിൽ നമ്മൾ എത്ര തന്നെ സ്ട്രഗിള് നേരിടേണ്ടി വന്നാലും നമുക്ക് ആ സമയത്ത് നേരിടാനുള്ളൊരു പവർ നമ്മളുടെ മൈൻഡിനുണ്ടായിരിക്കാം, ബോഡിക്ക് ഉണ്ടായിരിക്കാം. എല്ലാത്തിനും കുറച്ചും കൂടി ചുറുചുറുക്കുള്ള പ്രായമാണ് ഈ 20-നും 30-നും ഇടയിൽ. ആ സമയത്ത് നമുക്ക് എത്രത്തോളം കഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് കഷ്ടപ്പെട്ട് ഓരോ കാര്യം, ഇപ്പോൾ കുറേ സ്വപ്നങ്ങളായിട്ടായിരിക്കാം ഒരു കല്യാണം കഴിഞ്ഞിട്ടൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരു ജീവിതത്തിലേക്ക് കടക്കണത്. ഒരു പക്ഷേ അവരുദ്ദേശിക്കുന്ന സ്വപ്ന രീതിയിലുള്ളതായിരിക്കില്ല, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ. പക്ഷേ അതിൽ 3 ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. ഒന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം, എന്ത് നരകിച്ച് കണ്ടിന്യൂ ചെയ്ത്. ഭർത്താക്കന്മാരൊരു പക്ഷേ മദ്യപാനിയായിരിക്കാം, മയക്കുമരുന്നിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്ത് പല എന്തെങ്കിലുമൊക്കെ പോരായ്മകളെല്ലാമായിരിക്കാം. ഭാര്യയാണെങ്കിൽ പോലും പിടിവാശികൾ, പിടിച്ചോടത്ത് കിട്ടണില്ല എന്നുള്ളൊരു തോന്നലുള്ളത്, എന്തോ അത് എന്തോ ആയിക്കോട്ടെ, പല തരത്തിലും പല ആളുകളുടെ പല കുറവ്. അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് തീരില്ല. അപ്പോൾ ഏകദേശം പല കുറവുകൾ ഉണ്ടായിരിക്കാം പല വ്യക്തികൾക്കും. പക്ഷേ അതിലൊന്നിനെ നമുക്ക് വേണ്ടത് ആ കുറവുകളോടുകൂടെ വിഷമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റെപ്പ്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മറ്റുള്ളവരുടെ കുറവുകൾ, ഇൻലോസിൻ്റെ ആരും ആയിക്കോട്ടെ, കുറവുകളൊക്കെ കണ്ട് നരകിച്ച് ജീവിക്കുക. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ 2ഉം 2ആയിട്ട് മാറാം. എന്ത് ഈ ബന്ധത്തിന് 2ഉം 2ആയിട്ട് മാറാം. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടി നമ്മളുടെ പേഷ്യൻസ് കൊണ്ടും നമ്മളുടെ അറിവ് കൊണ്ടും നമ്മളുടെ പലതരത്തിലുള്ള നല്ല നല്ല ഇടപെടലുകൾ കൊണ്ടും ഇവരൊക്കെ മാറ്റിയെടുത്ത് ഇത്തിരി ക്ഷമയോടുകൂടെ കുറച്ച് വർഷങ്ങളെടുത്തുകൊണ്ട് മാറ്റിയെടുത്ത് പിന്നീട് സുന്ദരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക. ഇതിലേത് 3 തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മുമ്പൊന്നും ഇത്രയും കോച്ചിങ്ങോ കാര്യങ്ങളോ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനറുടെ ആവശ്യമോ മെൻറ്ററോ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ മാരേജ് ലൈഫിൽ നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചുറ്റുപാടുള്ള നിങ്ങൾക്ക് ഒന്നും ഒരു പിടുത്തം കിട്ടാത്ത രീതിയിൽ പല കാര്യങ്ങളെയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കൊരു മെൻറ്ററെ, ഒരു മൈൻഡ് പവറിൻ്റെ, ഒരു ലൈഫ് കോച്ചിൻ്റെ ഒരു സഹായമൊക്കെ തേടാവുന്നതാണ്. ഒരു പക്ഷേ അവർക്ക് പല കാര്യങ്ങളും സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ സഹായിക്കാൻ പറ്റും. അതുമല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ശ്രമിക്കുക. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ചില കാര്യങ്ങളിൽ കറക്റ്റുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്കൊരു മെൻറ്ററുടെ സഹായം തേടണോണ്ട് ഒരു വിരോധവുമില്ല. അതിന് നിങ്ങൾ ഒട്ടും മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആരാണോ താല്പര്യം തോന്നുന്ന അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഏത് തരത്തിൽ അവരപ്പോൾ നിങ്ങൾക്ക്
പറഞ്ഞു തരും, പല വഴികൾ പറഞ്ഞു തരും. അതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി സ്മൂത്തായിട്ട് നിങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നേടുമായിരിക്കും. കുറച്ച് ടൈം എടുക്കുക. ഒരു 3 വർഷം കൊണ്ട് നേടാവുന്ന ഒരു കാര്യം നമുക്കൊരു 6 മാസം കൊണ്ട് നേടാൻ പറ്റും. 6 മാസം കൊണ്ട് നേടാൻ ചിലപ്പോൾ 1 മാസം കൊണ്ട് നേടാൻ പറ്റും. 1 മാസം കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ട്, അങ്ങനെ കുറച്ച് ഒരാളുടെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹായം തേടാവുന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പ്രായത്ത് അത്യാവശ്യം ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മളുടെ ലൈഫിലായിക്കോട്ടെ, ജോലിക്കായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനും. ഈ കുപ്പിയിലിട്ട് കുലുക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഈ പ്രായത്തിൽ നമ്മൾ ഒരു കാറ് വാങ്ങിക്കാൻ, വീട് പണിയാൻ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ആ ചിറക് വെച്ച് മറ്റൊരു നമ്മളെ വെട്ടി മാറ്റുകയാണ് ആര്. കുറേയൊക്കെ നമ്മൾ ആ പ്രായത്ത് ചിറകിനെ നമ്മൾ ഇങ്ങനെ വെട്ടിയിടും. ഇപ്പം നീ പോണ്ട, ഇപ്പം നീ ചെയ്യണ്ട എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുന്ന നമ്മൾ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ഇഷ്ടത്തിന് പല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത്തിരി പ്രശ്നമുണ്ടായിരിക്കും, ഇത്തിരി നമ്മൾ മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ ഇത്തിരി വേണം. മാനസികമായിട്ട് പല സമയത്തും നമ്മൾ തകർന്നു പോകുന്നതായിരിക്കും. ഈ നല്ല കാര്യങ്ങൾ ചെയ്യണതിന് കുറേ തടസ്സങ്ങളുണ്ടായിരിക്കാം. ഒരു വീട് പണിയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും നല്ല കാര്യമാണെന്നുണ്ടെങ്കിലും പല കഷ്ടകാലം പോലത്തെ സംഭവത്തിലൂടെയാണ് നമ്മൾ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് അതിലേറെയുണ്ട്. അതൊക്കെ ഈ പ്രായത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 20-നും 30-നും ഇടയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 കുറച്ചും കൂടി ഭംഗിയായി, 40 അതിലേറെ ഭംഗിയായി. എന്നെ കേൾക്കുന്ന വല്ല 40-കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50-കാരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ 40-കളെ നിങ്ങളൊരു 20ആയിട്ട് കണ്ടോ. കുഴപ്പമില്ലാന്നേ, പ്രായം കുറച്ച് കൊണ്ടുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീണ്ടും ഒന്നൊന്ന് തുടങ്ങാം. ഇപ്പം 40, അയ്യോ എൻ്റെ ആ കാലം കഴിഞ്ഞല്ലോ, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ, അങ്ങനൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഒക്കെ ഹെൽപ്പ് ചെയ്യാം, ഒക്കെ സെറ്റാക്കാം. ഓക്കെ. അപ്പം 40-കളിൽ എത്തിയവരാരും ഇടിയും മാനസിക വിഷമമൊന്നും വിചാരിക്കേണ്ട. നമുക്ക് വീണ്ടും 20-കളിലേക്ക് എത്തുന്ന പോലത്തെ ഒരു ചുറുചുറുക്കോടുകൂടി നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന ഈ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. ഇനി സമയം കഴിഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങളാരും ദുഃഖിക്കേണ്ട. നമുക്ക് 50-കളെ 20-കളാക്കി മാറ്റാം, 60-കളെയും 20-കളാക്കി മാറ്റാം. നമുക്ക് നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്തും ബോഡിയൊക്കെ സ്ട്രെങ്തനിങ് ആക്കി നമുക്ക് വീണ്ടും ഒരുപാട് നല്ലൊരു കുതിരയെ പോലെ തന്നെ മുന്നോട്ട് കുതിച്ചു പാഞ്ഞ് നമ്മളുടെ കാര്യങ്ങളൊക്കെ എല്ലാം നേടിയെടുക്കാം. ഓക്കെ. കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിട്ടാണ് വന്നത്. പക്ഷേ വീഡിയോ എന്ത് പെട്ടെന്നാണ് ഇങ്ങനെ ലെങ്ത്ത് കൂടണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. അപ്പോൾ ഒരുപക്ഷെ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ചെറിയ കമൻറ്റുകൾ, അതായത് വീഡിയോ നന്നായിട്ടുണ്ട്, അതും അല്ലെങ്കിൽ പിന്നെ തട്ടിട്ടത് ഭംഗിയുണ്ട്, തട്ടിടാത്തത് ഭംഗിയുണ്ട്, ഈ വക ചെറിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, കണ്ണട വേറെ വെച്ചൂടെ, അങ്ങനത്തെ ഒക്കെ കുട്ടി കാര്യങ്ങൾ പറയാനൊന്നും നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കല്ലേ. ക്ലാസ്സിന് താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പ് ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്ക് ഉണ്ട് എനിക്ക്. കാരണം രാവിലെ തുടങ്ങി ഒരു 7 മണി വരെയും എൻ്റെ ജോലിയിൽ ഞാൻ എൻഗേജ്ഡാണ്. 7 മണി തുടങ്ങി എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പിന്നെ ഒരു 8 മണി തുടങ്ങി 9 മണി വരെയും ഒത്തിരി ഫ്രീ ആയിട്ടുള്ള ടൈം. 9 മണി ആണെങ്കിൽ 10 മണി വീണ്ടും ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം പിന്നെ വീട്ടിലെ കാര്യങ്ങളും, എനിക്ക് 3 മക്കളും ഒരു കുടുംബമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി കാര്യങ്ങൾക്കൊന്നും എന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കരുത്. ക്ലാസ് വേണമെന്നുള്ളവർ മാത്രം, ഫീസ് ഉണ്ടായിരിക്കും അതിന്, അങ്ങനെയുള്ളവർ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയക്കുക. പിന്നെ നമുക്കൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് മെസ്സേജ് അയക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും അയക്കില്ല, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ പറയാനുള്ളത്, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ പിന്നെ നിങ്ങൾക്ക് വല്ല സംശയമുണ്ട്, ചെറിയ സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനൊന്നും പറ്റില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ കമൻറ്റിൽ ചോദിച്ചോ. ഞാൻ ഒരു വീഡിയോ രൂപേണയോ അതും അല്ലെങ്കിൽ
ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ റിപ്ലൈ തരാം. ഇച്ചിരി വലിയ തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആക്കി ചെയ്തു തരാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പോൾ ഫീസ് അടയ്ക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ ഇതാക്കരുത് കേട്ടോ. അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം ആ നമ്പറിന്. ഓക്കെ. ഓക്കെ. എന്നോട് കുറച്ച് ദയ കാണിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാനല്ല അത് കൈകാര്യം ചെയ്യണത്. നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് എന്നിലേക്ക് കോണ്ടാക്റ്റ് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് മുമ്പ് ഞാൻ വേറൊരു നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്ര ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഡയറക്റ്റ് ഞാനല്ല അത് കോണ്ടാക്ട് ചെയ്യണത് കേട്ടോ, കണ്ടക്ട് ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ. താങ്ക് യു.